അസ്സലാമു അലൈക്കും. ഒരു തേങ്ങ എടുത്തിട്ട് നേരെ മിക്സിയിലിട്ട് ഒന്ന് കറക്കി നോക്കൂ. ഈ ഒരു പെരും ചൂടത്തൊക്കെ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളൊന്നുമില്ല കേട്ടോ. വെറും 2-3 ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി കോക്കനട്ട് പുഡിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടല്ലോ, ഇത് കട്ട് ചെയ്യുന്നൊക്കെ സമയത്ത് നല്ല സ്മൂത്താണ് കേട്ടോ. കയ്യിലെടുക്കുമ്പോൾ നമ്മളെ ജെല്ലി പോലെ അത്രയും സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു പുഡിങ് കിട്ടുക. ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഒക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തേങ്ങ കൊണ്ടൊന്നും തയ്യില്ല കേട്ടോ. എന്ന് വെച്ചാൽ എത്ര കഴിച്ചാലും ഇത് മതി വരില്ല, അത്രത്തോളം ടേസ്റ്റാണ്. അപ്പോൾ 4 മക്കളൊക്കെ ഉള്ളൊരു വീട്ടിലാണെങ്കിൽ നിങ്ങളൊരു 2 തേങ്ങ വെച്ചിട്ട് തന്നെ ചെയ്യാൻ മറക്കല്ലേ, അത്രയും രുചിയാണ്. അപ്പോൾ ഒരു തേങ്ങ ഞാനിതാ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഈ ഒരു ചിരട്ടയിൽ നിന്ന് കത്തി വെച്ചിട്ട് തന്നെ ചൂണ്ടെടുക്കാം. ചിലരൊക്കെ ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ തോടോടെ തന്നെ ആ ഒരു ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരും. പക്ഷേ അത് ചൂടാവുന്നിടത്തോളം നമുക്ക് ഈ ഒരു പുഡിങ്ങിന് ടേസ്റ്റ് കുറയും കേട്ടോ. നമ്മൾ ആ പച്ച തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കോക്കനട്ട് പുഡിങ് ഒന്നും കൂടി ടേസ്റ്റി ആവണത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിങ്ങനെ ആലോചിക്കുമായിരിക്കും, എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്, ചിരണ്ടി എടുത്താൽ പോരെയെന്ന് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ പുറകു വശത്തുള്ള ഈ ഒരു കറുപ്പ് ഭാഗം ഉണ്ടല്ലോ, അത് ഒഴിവാക്കി കളയണം. അത് ഒഴിവാക്കിയാൽ നമ്മുടെ പുഡിങ്ങിന് നല്ല കളറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയത് നല്ല വെള്ള പുഡിങ്ങായിരുന്നു. അപ്പോൾ ആ ഒരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകു ഭാഗത്തുള്ള ഈ ഒരു കറുപ്പ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതല്ല എന്നുണ്ടെങ്കിൽ ചിരണ്ടുന്നവർക്ക് ചിരണ്ട ആ താഴെ ഭാഗം ആകുമ്പോഴേക്കും നിർത്തി വെക്കാം കേട്ടോ. പിന്നെ അത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് ചൂണ്ടെടുക്കാം. ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ. നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുക്കുക. ഇതുപോലെ നല്ല ചുണ്ടുള്ള കത്തിയാണെങ്കിൽ പെട്ടെന്ന് എല്ലായിടത്തും ഒന്ന് വരയിട്ട് കൊടുക്കുക. പിന്നെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഞാനിവിടെ ഏകദേശം 1.5 തേങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യണത്. അത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് 2-3 ആൾക്കാരുള്ളിടത്തൊക്കെ അത് മതിയാകും. പക്ഷേ നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പുഡിങ്. എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ ഇനിയുണ്ടോ വെച്ച് പുറകെ നടക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിത് പ്രത്യേകിച്ച് ഈ ഒരു ചൂടത്തൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്കൊക്കെ. അവർക്കൊക്കെ എന്തായാലും ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇതിൽ മുഴുവനായിട്ട് നമ്മുടെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ രുചി തന്നെയാണ് കേട്ടോ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനിതാ തേങ്ങൻ്റെ ഈ പുറകു വശത്തുള്ള ഈ ഒരു കറുപ്പ് കളറൊക്കെ ഒന്ന് കളയാണ് കേട്ടോ. അപ്പോൾ നല്ല പച്ച തേങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല പച്ച തേങ്ങ വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അതാവുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റും ഉണ്ടാകും. അത്യാവശ്യത്തിന് തേങ്ങാപ്പാലും ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരും കേട്ടോ. അങ്ങനെ മുഴുവനായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇപ്പോൾ കണ്ടല്ലോ, നല്ല വെള്ള കളറായിട്ട് നമ്മൾ തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ആദ്യം നമ്മൾ തേങ്ങ ചിരണ്ടുന്ന പോലെ ഒന്ന് കറക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലേ നമ്മൾ മിക്സിക്ക് വലിയൊരു പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ചിരണ്ടിയ പോലെ ആയി കിട്ടിക്കോളും. ഒരിക്കലും വലിയ വലിയ കഷ്ണങ്ങളാക്കി ഇടരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിലൊന്നും നമുക്ക് അതിന് തേങ്ങാപ്പാലൊന്നും ഇറങ്ങി വരില്ല. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം എടുക്കുക, എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കറക്കിയെടുത്താൽ മതി. അപ്പോൾ മറക്കണ്ട കേട്ടോ, എടുക്കുന്ന സമയത്ത് 2 അതിൽ കൂടുതലൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. നമ്മൾ തന്നെ അത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഒരുപാടൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല, എല്ലാം നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണോണ്ട് തന്നെ നല്ലൊരു മനസ്സിനും ശരീരത്തിനൊക്കെ നല്ലൊരു കുളിർമയാണ് കേട്ടോ. തേങ്ങാപ്പാലല്ലേ, തേങ്ങാപ്പാൽ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയിലെ നല്ല വെളുത്ത ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ആദ്യം ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ, നമ്മുടെ തേങ്ങയ്ക്ക് ചിരണ്ടുന്ന പോലെ. അപ്പോൾ അത് ഈ ഒരളവ് കൃത്യമായിട്ട് നോക്കണം. ഞാനിവിടെ അത്യാവശ്യം ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ തേങ്ങ ഇതുപോലെ ഒന്ന് അളന്നെടുക്കണം കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ കണക്കെടുക്കാനാണ്. ഞാനിതവിടെ 1.5 കപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമുക്കതൊന്ന് തേങ്ങ ചിരണ്ടുന്ന പോലെ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ ചിരണ്ടാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കുറച്ച് കൂടുതലൊക്കെ
ഫ്രീസറിലോ ഫ്രിഡ്ജിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ കറികൾക്കായാലും തേങ്ങ ചിരണ്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കപ്പിന് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് നമ്മളൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പൾസ് മോഡിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഇതുപോലെ ഒന്ന് തേങ്ങ ചിരവിയതുപോലെ ഒന്ന് കറക്കിയെടുത്തത്. ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ 1.5 കപ്പ് തേങ്ങക്ക് നമ്മളിവിടെ 2-2.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് നല്ല കട്ടി ഉണ്ടായിരുന്നു ആ ഒരു തേങ്ങയുടെ ആ പീര്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജ്യൂസൊക്കെ അരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിപ്പുണ്ടല്ലോ, ആ ഒരു അരിപ്പിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തേങ്ങാപ്പാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കോട്ടൻ്റെ ഒരു ക്ലോത്തൊക്കെ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1.5 തേങ്ങൻ്റെ തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങയുടെ പീര് നിങ്ങളൊന്നും ഒരിക്കലും പുറത്ത് കളയേണ്ട ആവശ്യമില്ല. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൽ തേങ്ങാപ്പാലൊക്കെ കിട്ടും. നമ്മൾ ഫസ്റ്റത്തെ പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ദോശയൊക്കെ ചുടുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ ഇത് കുറച്ചും നമ്മുടെ സാധാരണ തേങ്ങയും കുറച്ച് എടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ചായയൊക്കെ കുടിക്കുന്ന ചെറിയ അരിപ്പുണ്ടല്ലോ, അതിലും കൂടി ഞാനൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബൗളിൽ തേങ്ങാപ്പാലുള്ള ആ ഒരു ബൗളിൽ തന്നെ ഏകദേശം 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് മാർക്കറ്റിൽ വലിയൊരു വിലയൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 15 രൂപയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പാക്കറ്റ്, എത്രയും നിങ്ങൾക്കറിയില്ല, അത്യാവശ്യം നല്ലൊരു പാക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പൈസയൊന്നും ആവില്ല ഇതിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് കുറച്ച് കോൺഫ്ലവറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. 4 ടീസ്പൂൺ കോൺഫ്ലവറിലായിട്ട് 2 കയ്യിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് കട്ടയൊന്നും കുത്താത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് അത് വേറെ വേറെ കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ ഒരു സ്മൂത്ത്നെസ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരിട്ട് തേങ്ങാപ്പാലിലോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഒരു സ്മെല്ലിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ അടിപൊളി പുഡിങ്ങാണ്. ഒപ്പം നമുക്ക് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ഇത്തിരി ഇട്ട് കൊടുക്കാം. നമ്മൾ ആ കോൺഫ്ലവറിൻ്റെ സ്മെല്ലൊന്ന് പിറകോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നേരത ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, ഗ്യാസ് ഒരുപാട് കൂട്ടി വെക്കരുത്. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ. കോൺഫ്ലവറാണ് ഇതിൽ നമ്മൾ കലക്കിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ അത് കട്ട കുത്തി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം. എന്നിട്ട് ഇതാ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും ഇത് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ടൈറ്റായിട്ട് വരും. ചെറിയ രീതിയിലൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാനിതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഉപ്പിടാൻ ആരും മറക്കല്ലേ. ഉപ്പിട്ട് കൊടുത്താലേ നമ്മുടെ മധുരമൊക്കെ നല്ല രീതിയിൽ തന്നെ ബാലൻസ് ആയിട്ട് വരുള്ളൂ. തീ ഒരിക്കലും ആളിക്കത്തിക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട കുത്തി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അതിനുള്ളിൽ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ കുറുകി ഇങ്ങനെ വരും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, തീ ഒരു മീഡിയം ഫ്ലെയിമിലാണല്ലോ, പറ്റ ലോക്ക് മാറ്റി വെക്കുക കേട്ടോ. തീ വളരെ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് വരും. നമുക്ക് ഈ ഒരു പുഡിങ്ങിന് ഒരുപാട് ടൈറ്റായിട്ട് വേണ്ട കേട്ടോ. കുറഞ്ഞ ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോഴേ നമ്മുടെ പുഡിങ് നല്ല സ്മൂത്തി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് കിട്ടുള്ളൂ. നല്ല രീതിയിൽ തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒപ്പം തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ തന്നെ നോക്കിയെടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ അതാ ഏകദേശം നമ്മുടെ ഈ ഒരു പുഡിങ്ങിനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് കേട്ടോ എവിടെയും ഒട്ടിപ്പിടിക്കാത്തത്. അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം നോക്കിയെടുക്കാം. ഇതാ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ കറക്റ്റ് സമയമായിട്ട് കേട്ടോ. ഇതാ മുകളിലോട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത്ര മാത്രം മതി. ഇനി നമുക്കൊരു ട്രേ എന്തെങ്കിലും നമ്മൾ കഞ്ഞി കുടിക്കുന്ന ചെറിയ കുണ്ടൻ പാത്രങ്ങൾ എടുക്കാം.
അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പിലുള്ള പാത്രം, ഏത് പാത്രത്തിലും, ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ ബൗളാണെങ്കിലും ഒക്കെ ഏത് പാത്രത്തിൽ വെച്ചിട്ടും ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ, ആ ഒരു ടിന്നാട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എണ്ണ തൂവേ അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. നേരിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലായിടത്തേക്കും നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കണ്ടോ. ചട്ടിയിലൊന്നും ഒരു തുള്ളി ഒട്ടിപ്പിടിച്ചിട്ട് പോലും ഇല്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രീസറിൽ 2 മണിക്കൂർ വെക്കുക. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറും 2 മണിക്കൂർ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ തണുപ്പൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും ഇത് തണുത്തിട്ട് നല്ല രീതിയിൽ ഉറച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. ഉറച്ച് വന്നതിന് തണുപ്പായതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. ഫ്രീസറിലാണ് വെക്കേണ്ടത്. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെക്കുമ്പോഴേക്കും എന്താ നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക, ഒന്നെങ്കിൽ സ്പാച്ചിലെടുക്കുക, അതിൽ ഈ കനലില്ലാത്ത കത്തിയോ ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക കേട്ടോ. ഈ സൈഡ് നമ്മൾ വിടിയിച്ച് കൊടുക്കണം എന്ന് കരുതിയിട്ട് വലിയൊരു പണിയൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ അത്രയും സോഫ്റ്റാണ്, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വിടിയിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോഴേക്കും അതിൻ്റെ സൈഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ട് വരും. ഞാൻ ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ സൈഡൊക്കെ നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് പാത്രത്തിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെക്കുമ്പോഴേക്കും ഇതുപോലെ ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിരിക്കും. മാഷാ അല്ലാഹ്, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലുള്ള നല്ല അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ കൈ കൊണ്ട് തൊടുമ്പോൾ ചാടിക്കളിക്കാണ് കേട്ടോ. അത്രത്തോളം സോഫ്റ്റ് ഉണ്ട്. അതിലേറെ ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകും. അതിലേറെ ഇതിന് നല്ല ടേസ്റ്റാണ്. നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ആ രുചി നല്ല രീതിയിൽ തന്നെ ഈ ഒരു പുഡിങ്ങിന് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇത് ഇഷ്ടമാവും. പിന്നെ മധുരം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. തേങ്ങ ഇല്ലാത്ത വീട് എവിടെ ഉള്ളതല്ലേ, എല്ലാവരുടെ വീട്ടിലും തേങ്ങ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അരമുറി തേങ്ങ വെച്ചിട്ടെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. കണ്ടല്ലോ, ഞാനിത് കട്ട് ചെയ്യുമ്പോൾ എത്ര സ്മൂത്തായിട്ടാണ് എനിക്കിത് കട്ട് ചെയ്യാൻ പറ്റുന്നത്. കത്തി ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അത്രത്തോളം നല്ല സ്മൂത്തും സോഫ്റ്റും ആയിട്ടാണ് ഈ ഒരു പുഡിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, കയ്യിൽ വെച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇതാ ചാടി കളിക്കാണ് കേട്ടോ. നമ്മളെ ജെല്ലി മിഠായിയൊക്കെ അതുപോലെ കേട്ടോ. ജെല്ലി മിഠായിൻ്റെ പോലെയല്ല, അതുപോലെ ഒരു അത്രയും നല്ലൊരു ക്യൂട്ടാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഈ ഒരു ഇതൊഴിച്ച് കൊടുത്തിന് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി എത്ര കട്ടിയില്ലാത്തവർക്ക് അത്ര പരന്നൊരു പ്ലേറ്റിലൊക്കെ ഒഴിച്ച് കൊടുത്ത് തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തേങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു പുഡിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഏതാന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കുക. ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്കൊക്കെ ഇടയിൽ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാരുണ്ട് അല്ലേ. എന്നാൽ ഈ തേങ്ങയ്ക്ക് ആകുമ്പോൾ എല്ലാവർക്കും കിട്ടും. പിന്നെ കോൺഫ്ലവറിന് വലിയൊരു വിലയൊന്നുമില്ല, 15 രൂപയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കട്ടെ. ഒപ്പം നമ്മുടെ എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇത് കട്ട് ചെയ്യുന്നതൊക്കെ സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ഇത് സോഫ്റ്റാണെന്ന്, എത്രത്തോളം ടേസ്റ്റിയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.